ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു പായസത്തിൻ്റെ വീഡിയോ ഒന്ന് നോക്കാവേ. സേമിയ പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഫാസ്റ്റായിട്ടൊരു പായസം ഉണ്ടാക്കുവാണ്. ഇന്ന് ഞങ്ങളുടെ താരക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവിടെ 6:30 മണിക്കൊരു കേക്ക് കട്ടിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് ഞാൻ ഫാസ്റ്റായിട്ടൊരു പായസം ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു 4 പാക്കറ്റ് പാലും 100 ഗ്രാം സേമിയ, പിന്നെ അതിനാവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ കാഷ്നട്ട്, മുന്തിരി, നെയ്യ്. ആദ്യം വന്നിട്ട് നമ്മൾ സേമിയ വന്നിട്ട് നന്നായിട്ട് നെയ്യിലൊന്ന് വറുത്തെടുക്കണേ. നന്നായിട്ട് വറുത്തെടുത്ത പുറകെ നമ്മൾ അതിലേക്ക് പാല് തിളപ്പിച്ചത് ഒഴിക്കുക. 4 പാക്കറ്റ് പാലാണ് ഞാൻ 100 ഗ്രാം സേമിയയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ഞാനിതിൽ മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ പായസത്തിന് നല്ല കൊഴുപ്പായിട്ടിരിക്കും. പക്ഷേ ഇത്തവണ എനിക്കിവിടെ മിൽക്ക് മെയ്ഡ് ഇല്ല, അത് വാങ്ങാൻ പോകാനുള്ള സമയവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ട് ഞാൻ പാലും പഞ്ചസാരയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇത് സേമിയ വന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് അതിലേക്ക് നമ്മൾ പാല് തിളപ്പിച്ചത് ഒഴിക്കുകയാണ്. 4 പാക്കറ്റ് പാല്, പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ കാഷ്നട്ടും മുന്തിരിയും എല്ലാം കൂടെ നെയ്യിൽ വറുത്തിടുന്നു. പിന്നെ ഏലക്കയും ഒന്ന് പൊടിച്ചിടുന്നു. സേമിയ പായസം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം. എന്നാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ അവിടെ 6:30-ക്കാണ് കേക്ക് കട്ടിങ് വെച്ചിരുന്നതെങ്കിലും ഞാനവിടെ എത്തിപ്പെടാൻ കുറേ വൈകിപ്പോയേ. റോഡെല്ലാം ഇവിടെ വളരെ ഇതായിട്ടിട്ടിരിക്കുന്നതാണ്. പല സ്ഥലങ്ങളും പൊളിച്ച് JCB ഒക്കെ ആയിട്ട് അങ്ങനെ ഇട്ടിരിക്കുക. അപ്പോൾ 2 വഴി കൂടെ പോയപ്പോഴും റോഡ് അടച്ചിരിക്കണം. അതുകൊണ്ടിട്ട് പിന്നെ വേറൊരു വഴി കൂടെ വണ്ടി ഓടിച്ച് അവിടെ എത്തുമ്പോഴേക്കും 6:30 മണി കഴിഞ്ഞു. കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 6:45 ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ അതിനുശേഷം ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കഴിച്ചു, പായസമൊക്കെ കുടിച്ചു. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചു. സന്തോഷമായിട്ട് അങ്ങനെ തിരിച്ചു പോന്നു. ഞങ്ങളെപ്പോലെ കേരളം വിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇതുപോലുള്ള ഒത്തുകൂടലും കൂട്ടായ്മയെല്ലാം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ അവിടെ ഇരിക്കുന്ന ആ ഒരു 1 അവർ ശരിക്കും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള മജോറിറ്റി ആളുകളുടെയും അവസ്ഥ ഞങ്ങളുടെ പോലെ തന്നെയാണെന്ന് വിചാരിക്കണം. കാരണം ഒരു 50 വയസ്സ്, ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള മജോറിറ്റി ആളുകളുടെയും കുട്ടികൾ ഒന്നെങ്കിൽ പഠിക്കാനായിട്ട് വിദേശങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് വിദേശങ്ങളിലായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ, കൂട്ടായ്മകളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും അവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. സൂപ്പർ പായസമാണ്. ഞാൻ കഴിച്ച് നോക്കിയായിരുന്നേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ താരുക്കുട്ടീനെ കാണണ്ടേ? ഇതാണ് കേട്ടോ ഞങ്ങളുടെ താരുക്കുട്ടി. അപ്പോൾ ഓക്കേ, ബൈ ബൈ.